എനിക്ക് നിന്റെ സഹകരണമൊന്നും വേണ്ട. ആവശ്യത്തിനനുസരിച്ച് നീ എന്നെയും മഞ്ജുവിനെയും മാറി മാറി ഉപയോഗിക്കുകയാണെന്നൊക്കെ എനിക്കറിയാം. നിന്റെ വഴിക്ക് വരാതെ ഞാൻ നോക്കിക്കോളാം. പകരം നീയും എന്റെ വഴിക്ക് വരരുത്. നമുക്ക് ആ ഒരു പരസ്പര ബഹുമാനത്തിൽ മുന്നോട്ട് പോവാം. തൽക്കാലം അത് മതി. നിനക്കിപ്പോ വലിയ സങ്കടമായിരിക്കും അല്ലേ? എന്തിന്? മഞ്ജു ജോലി വേണ്ടെന്ന് വെക്കാൻ തീരുമാനിച്ചില്ലേ? ഇത്രയും കാലം അവള് ഡ്യൂട്ടിയുടെ പുറകെ ഓടിയിരുന്നത് കൊണ്ട് ഗിരിയേട്ടൻ അവൾക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ലായിരുന്നു. അത് നിനക്ക് പറ്റിയൊരു അവസരമായിരുന്നു. പക്ഷെ ജോലി നഷ്ടപ്പെട്ട അവള് മുഴുവൻ സമയവും ഗിരിയേട്ടനെ ശ്രദ്ധിക്കും. മഞ്ജു ഗിരിയേട്ടനെ വേണ്ടതുപോലെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രമാണ് അവര് തമ്മിൽ ചെറിയൊരു അകൽച്ച ഇപ്പോൾ ഉള്ളത്. ജോലിയും വേണ്ടെന്ന് വെച്ച് മഞ്ജു ഗിരിയേട്ടന്റെ കൂടെ കൂടിയാ പിന്നെ നിനക്ക് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. അവര് പണ്ടത്തെ പോലെ വീണ്ടും പ്രേമത്തിലാവുന്ന എനിക്ക് തോന്നുന്നു. ഇത്രയും പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ഇവിടെ വരെ എത്തിക്കാമെങ്കിൽ ഇതിനും എനിക്കൊരു വഴി കാണാൻ പറ്റും. നിന്റെ ആത്മവിശ്വാസമൊക്കെ കൊള്ളാം. പക്ഷേ മഞ്ജു നിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചൊന്നും അറിയരുത്. അവൾക്ക് ചെറിയൊരു സംശയം തോന്നിയാ മതി. പിന്നെ നിന്റെ ഒരു കളിയും നടക്കില്ല. മഹിമ അവളോട് ഉടക്കി നടക്കുന്നതുകൊണ്ട് മഞ്ജു നിന്നെ ആ സ്ഥാനത്താ കാണുന്നത്. ആ വിശ്വാസം അവൾക്ക് നിന്റെ മീതെ ഉള്ളിടത്തോളം കാലം നീ സേഫാ. അത് പോയാ നിന്റെ കഥ അതോടെ തീരും. സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട.